ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ ആക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ളൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ. തിളപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളയാം. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഒരു തക്കാളിയും കൂടി പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഞാൻ അതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മൈദപ്പൊടി, കോൺഫ്ലവർ, കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാകുന്നത് വരെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഉടച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ച കോളിഫ്ലവറോട് ഇതിനകത്തേക്ക് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണേ. ഏകദേശം ഇതിപ്പോൾ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായ ഓയിലിലോട്ട് ഇത് നമുക്ക് കുറച്ചീശയായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 3-4 തവണയായിട്ട് മുഴുവനും ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഈ എണ്ണയെ തന്നെ മൂപ്പിച്ചെടുത്ത് അതിൻ്റെ മേലേക്ക് ഇടാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചായ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ബൈ ബൈ.